മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയ്ക്ക് നേരെ ആക്രമണം. മുഖ്യമന്ത്രിയുടെ മുഖത്തടിക്കുകയായിരുന്നു. പ്രതിവാര പരിപാടിയായ ജൻ സുൻവായിൽ പങ്കെടുക്കുന്നതിനിടെയായിരുന്നു ആക്രമണം. രേഖാ ഗുപ്തയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡൽഹി ബി.ജെ.പി. അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ് ആ വിഷയത്തിൽ അപലപിച്ചു. സംഭവത്തെ കോൺഗ്രസും അപലപിച്ചു. राजनीति में हिंसा के लिए कोई जगह नहीं, बदसलूकी के लिए कोई जगह नहीं। आप लोकतांत्रिक ढंग से अपनी बात कही है और उस पर जबकि महिला मुख्यमंत्री हो तो उस पर हमला करना दुखद दुर्भाग्यपूर्ण, मैं इसकी निंदा करता हूं। इसमें कोई दो राय नहीं कि दिल्ली पानी में डूबा हुआ है। इस समय दिल्ली में जो वायदों की बाढ़ लगाई थी भाजपा ने चुनाव में, सब में पूरी तरह सफल हुई, पर उसका राजनीतिक प्रतिकार होना चाहिए, ये झापड़बाजी नहीं। मैं सिर्फ ये कहना चाहता हूं, चेक कर लेना चाहिए, क्योंकि जब अरविंद केजरीवाल पे हमला हुआ था तो इसी भाजपा ने आरोप लगाया था, दिल्ली भाजपा ने, कि उन्होंने हमला सुनियोजित है ध्यान हटाने के लिए। तो देख लें कहीं ऐसी घटनाओं की पुनरावृत्ति तो नहीं हो रही है। मेरी पूरी सहानुभूति महिला मुख्यमंत्री के साथ है। उनके साथ अगर हिंसा हुई है, जिसने किया है उसके खिलाफ कार्रवाई होनी चाहिए। അജയ് സുധാബിച്ചു വിവരങ്ങൾ നൽകും. അജയ്, ഇത് എവിടെ വെച്ചായിരുന്നു സംഭവം? ഈ മുഖത്തടിച്ചത് ആരാണ് എന്നുള്ളതിൽ വ്യക്തത വരുന്നുണ്ടോ? എൽദോ, ഇയാളുടെ പേര് മറ്റു വിവരങ്ങളൊന്നും ലഭ്യമല്ല. 35 വയസ്സുള്ള ഒരു യുവാവാണ് ഈ ആക്രമണം നടത്തിയത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ചായിരുന്നു ആക്രമണം. എല്ലാ ബുധനാഴ്ചയും ഡൽഹി മുഖ്യമന്ത്രിയായിട്ടുള്ള രേഖാ ഗുപ്ത ഒരു ജനസമ്പർക്ക പരിപാടി നടത്തുമായിരുന്നു. ജൻ സുൻവായി എന്ന പേരിലായിരുന്നു ഈ പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. ഈ പ്രതിവാര പരിപാടിയുടെ ഇന്നത്തെ ഒരു യോഗങ്ങൾ, നടപടിക്രമങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം. ഈ ഒരു പരിപാടിയിൽ ജനങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് സമീപം നേരിട്ടെത്തി പരാതികൾ സമർപ്പിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഒരു പരാതിയുമായി എത്തിയ യുവാവാണ് ആക്രമണം നടത്തിയതെന്നാണ് വിവരം. ഇയാളുടെ കയ്യിൽ കുറച്ച് കോർട്ട് റിലേറ്റഡ് ഡോക്യുമെന്റ്സ് ഉണ്ടായിരുന്നു. ഈ ഡോക്യുമെന്റ്സ് ഇയാൾ മുഖ്യമന്ത്രിക്ക് നേരെ നീട്ടി. മുഖ്യമന്ത്രി ഇത് വാങ്ങിയ സമയത്തായിരുന്നു ഇയാൾ കൈനീട്ടി രേഖാ ഗുപ്തയുടെ മുഖത്തടിച്ചത്. ഇയാളെ ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഇയാൾ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ്. ഇയാളെ ചോദ്യം ചെയ്യണം. ചോദ്യം ചെയ്താലായിരിക്കും മറ്റു വിവരങ്ങൾ ഉൾപ്പെടെ നമുക്ക് ലഭ്യമാവുക. രേഖാ ഗുപ്തയെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നിരവധി നേതാക്കൾ ഉൾപ്പെടെ വിഷയത്തെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തി. ഡൽഹി ബി.ജെ.പി. അധ്യക്ഷനായിട്ടുള്ള വീരേന്ദ്ര സച്ദേവ് വിഷയത്തെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിഷയത്തെ ഒരു രാഷ്ട്രീയ ആയുധമാക്കുകയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത്. ഡൽഹിയിലുള്ള കോൺഗ്രസ് അധ്യക്ഷനായിട്ടുള്ള ദേവേന്ദ്ര യാദവ്, അദ്ദേഹം ഈ വിഷയത്തെ അപലപിക്കുകയും അതേസമയം തന്നെ അദ്ദേഹം പറഞ്ഞു ഡൽഹി മുഖ്യമന്ത്രിക്ക് പോലും സംസ്ഥാനത്ത് സുരക്ഷിതമായി ഇരിക്കും. मुख्यमंत्री जिस तरह से जनता के बीच में रह के लगातार बात करती हैं, वो बात कर रही थी। ऐसे में एक शख्स उनके पास आता है, कुछ कागज आगे रखता है और अचानक उनका हाथ पकड़कर उनको खींचने की कोशिश करता है। और उस दौरान थोड़ी सी धक्का मुक्की जो होती है तो कुछ सर उनका शायद हल्का सा लगा है किसी कोने पे, और उसके बाद तत्काल लोगों ने उसको पकड़ लिया। कौन है वो आदमी, क्या उसकी जानकारी है, पुलिस जांच पड़ताल कर रही है। तो मुझे लगता है कि आपको तब तक रुकना चाहिए जब तक पुलिस जांच पड़ताल ना कर ले, उसके बारे में जानकारी ना मिल जाए, क्योंकि लगातार उसकी एक बार जांच पड़ताल हो जाए। मुख्यमंत्री की हालत अभी स्थिर है, डॉक्टर्स उनको देख चुके हैं। कुछ उनको क्या चोटें आई? नहीं, मैंने बताया ना कि सदमा जरूर लगा है, जिससे उनको थोड़ी चिंता हुई है। लेकिन हमने मुख्यमंत्री से मैं मिलकर आया हूँ और उस बहन को, मजबूत महिला हैं, वो जानती हैं कि उनकी कमिटमेंट दिल्ली के लिए है और उन्होंने इस बात को स्वीकार किया है कि मैं अपने रोजमर्रा के कामों से नहीं रुकूंगी। फिजिकल इंजरी भी हुई है, सीएम को फिजिकल इंजरी हुई है क्या? ऐसा लगता है कि उनके सर पर
का तो कुछ लगा है। किस चीज से? अब वो कोना मारा उसने या कोई पत्थर कोई ऑब्जेक्ट से मारा है? क्या कोई ऑब्जेक्ट से मारा है? पत्थर थप्पड़ जो चला रहे हैं वो फैब्रिकेटेड है। अच्छा। लेकिन टेबल का कोई कोना या कुर्सी का कुछ कोना सर पे जरूर ऐसा लगता लगा है, इसकी उनको शिकायत चल रही है। लेकिन मुख्यमंत्री बहादुर महिला है, हमारी बहन है, स्थिर है। थोड़ी मुझे लगता है और थोड़ा सा समय दीजिए, वो आपके बीच हमारी मुख्यमंत्री जनता के बीच की महिला है, बहन है, वो जनता के बीच में हाथ पकड़कर उसने खींचने की कोशिश की। आरोपी का कोई नाम वगैरह कुछ तो पता लगा? मुझे लगता है पुलिस बहुत देर हो गई अपनी है, जांच कर रही है। नाम तो पता ही चल गया ऐसा होगा। ऐसा कहाँ से आया? ऐसा मेरे कहने से नहीं होगा ना। അജയ് സുധാ ബിജു തുടരുന്നുണ്ട് വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് BJP സംഭവത്തെ അപലപിച്ച് രംഗത്തെത്തുന്നുണ്ട് അജയ്. ഇനി ഇത്തരത്തിലൊരു സുരക്ഷാ സംവിധാനത്തിന്റെ ഒരു വീഴ്ച അവിടെ സംഭവിച്ചിട്ടില്ലേ? അത്തരത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് അത്രയും അടുത്ത് മുഖത്തേക്ക് അടിക്കുന്ന തരത്തിലേക്ക് ഒരു അക്രമി എത്തുക എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയല്ലേ? അതെ, തീർച്ചയായിട്ടും എൽദോ, ഈ വിഷയത്തെ കോൺഗ്രസ് ഇത്തരത്തിൽ തന്നെ രാഷ്ട്രീയമായി നേരിടുകയാണ്. ഡൽഹി പോലൊരു സംസ്ഥാനത്ത് അവിടെയുള്ള മുഖ്യമന്ത്രിക്ക് പോലും, മുഖ്യമന്ത്രിയുടെ സുരക്ഷ പോലും ഇത്തരത്തിലാണ്. അപ്പോൾ ഡൽഹിയിലുള്ള സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളുടെ കാര്യത്തിൽ എന്ത് സുരക്ഷയാണ് സർക്കാരിന് നൽകാനുള്ളതെന്നാണ് കോൺഗ്രസ് അധ്യക്ഷനായിട്ടുള്ള ദേവേന്ദ്ര യാദവ് ഇപ്പോൾ നിലവിൽ ചോദിക്കുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവായിട്ടുള്ള ഉദിത് രാജും വിഷയത്തെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തുകയും അദ്ദേഹം പറയുകയും ചെയ്തത് ഈ ഡൽഹി പോലീസ് നേരിട്ട് കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലുള്ളതാണ്, വിഷയത്തിൽ അമിത്ഷാ മറുപടി പറയണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇത് ആഭ്യന്തര വകുപ്പിന്റെ ഒരു ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്, ഡൽഹിയിലെ വൻ ഒരു സുരക്ഷാ വീഴ്ചയാണ് മുഖ്യമന്ത്രിയുടെ വസതിയിൽ നടന്നിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ വിഷയത്തെ അപലപിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി രംഗത്തെത്തിയിട്ടുണ്ട്. ഡൽഹി മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള അതിഷി ഇപ്പോൾ രേഖാ ഗുപ്ത എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും മുഖ്യമന്ത്രി ഇപ്പോൾ സുരക്ഷിതയായിരിക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷമെന്നും പറയുന്നു. അതുപോലെ ഈ കുറ്റവാളിയായിട്ടുള്ള ആൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ ലഭിക്കണമെന്നും അതിഷി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചു മുൻപേ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് BJP അധ്യക്ഷനായിട്ടുള്ള വീരേന്ദ്ര സച്ചിദേവയാണ്. അദ്ദേഹം പറഞ്ഞത് രേഖാ ഗുപ്ത ഒരു ശക്തിയായ വനിതയാണ്, അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്, അവർ സുരക്ഷിതയായി തന്നെ ഇരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി നിലവിൽ ആശുപത്രിയിലാണ്. ഇപ്പോൾ അധികം കാര്യമായ പരിക്കുകളോ അല്ലെങ്കിൽ മറ്റ് ആശങ്കപ്പെടേണ്ട കാര്യങ്ങളോ ഇല്ലെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എങ്കിലും നിലവിൽ പ്രാഥമിക പരിശോധനയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി സുരക്ഷിതയാണെന്ന് തന്നെയാണ് BJP വൃത്തങ്ങൾ നൽകുന്ന വിവരം. ഇപ്പോൾ അടിയന്തരമായി ഈ സുരക്ഷാ വീഴ്ചയെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി ഡൽഹി പോലീസ് ഉന്നതതല യോഗം ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഡൽഹി പോലീസ് കമ്മീഷണർ മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഇപ്പോൾ നിലവിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെയുള്ള സുരക്ഷാ കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഔദ്യോഗിക വസതിയിൽ ഡൽഹി പോലീസിന്റെ മൂക്കിന് കീഴെ നടന്ന ഈ ആക്രമണം അത് അത്യന്തം അപലപിക്കേണ്ട വിഷയം തന്നെയാണ്. ഈ സുരക്ഷാ വീഴ്ച ഉൾപ്പെടെ കോൺഗ്രസിന്റെ ആരോപണം ഒക്കെ ഉൾപ്പെടെ പോലെ സുരക്ഷാ വീഴ്ചയിൽ ഇനി വരും ദിവസങ്ങൾ ഉൾപ്പെടെ ഇനി വിവാദം ശക്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഈ രേഖാ ഗുപ്ത അത് ഡൽഹിയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഒരു ജനപ്രിയയായി മാറിക്കൊണ്ടിരിക്കുന്ന ഘട്ടങ്ങൾ നമുക്കിപ്പോൾ അടുത്തിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നലെ ഉൾപ്പെടെ അവർ ഡൽഹിയിൽ വെള്ളക്കെട്ട് രൂക്ഷമായി ബാധിച്ചിരുന്ന മേഖലകളിൽ നേരിട്ടെത്തി ജനങ്ങളുടെ സുഖവിവരം തേടുന്ന ഒരു കാര്യങ്ങളുണ്ടായിരുന്നു. അത്തരം ദൃശ്യങ്ങളെല്ലാം അത് സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം ഉൾപ്പെടെ പ്രചരിച്ചതാണ്. ഈ മുഖ്യമന്ത്രി ജനങ്ങളോട് നേരിട്ട് സംസാരിക്കുന്ന ആ ഒരു ജനങ്ങളോടുള്ള അവരുടെ ആ ഒരു അടുപ്പം അത് തുറന്നു കാണിക്കുന്ന ഒരു പരിപാടി കൂടിയായിരുന്നു എല്ലാ ആഴ്ചയും എല്ലാ ബുധനാഴ്ചയും നടക്കുന്ന ഈ ജനസമ്പർക്ക പരിപാടി ജൻ സുൻവായി എന്ന് പറയുന്ന ഈ പ്രോഗ്രാം. അപ്പോൾ അതിനിടെ ഈ പരാതികൾ പരിഹരിക്കാൻ വേണ്ടി നടത്തുന്ന ഈ ഒരു ജനസമ്പർക്ക പരിപാടിക്കിടെയായിരുന്നു ആക്രമണം. ഇതിൽ ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാനും പരാതി സമർപ്പിക്കാനും മുഖ്യമന്ത്രിയോട് ഏറെ നേരം സംസാരിക്കാനും സെൽഫി എടുക്കാനും ഉൾപ്പെടെ അവസരമുണ്ടായിരുന്നു. ഇത്തരത്തിൽ പരാതി സമർപ്പിക്കാനെന്ന വ്യാജേന എത്തിയ ഒരു 35-കാരനാണ് ആക്രമണം നടത്തി. ഇയാളുടെ ലക്ഷ്യം എന്താണ് എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി അന്വേഷിക്കേണ്ടതുണ്ട്. എൽദോ റൈറ്റ്. എന്തായാലും ഡൽഹി മുഖ്യമന്ത്രിക്ക് നേരെയാണ് ഇത്തരത്തിലൊരു ആക്രമണം. അത് വലിയ തോതിൽ രാഷ്ട്രീയ ചർച്ചയും കൂടിയായി മാറുകയാണ്. മുഖത്തടിക്കുകയായിരുന്നു അക്രമി. എന്താണ് ലക്ഷ്യം, എന്താണ് അദ്ദേഹത്തിൻ്റെ പിന്നിലെ ഒരു സാഹചര്യം എന്താണെന്നൊന്നും വ്യക്തതയായി വരുന്നതേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറിൽ ലഭ്യമാകുമെന്ന് കരുതാം. എന്തായാലും